നേടാമിന്റെ മെഗാ ഇവന്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഈ വേദിയിൽ എത്താൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ പാടാം നേടാമിന് കിട്ടിയ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള 2 സിംഗേഴ്സ് തന്നെയാണ്. 1982 ശ്രീകുമാരൻ തമ്പി സാറ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഗാനം. അദ്ദേഹം തന്നെയായിരുന്നു എൻ്റെ പ്രൊഡ്യൂസറും. തിയേറ്റേഴ്സിൽ വലിയ വിജയമായില്ല എങ്കിൽ പോലും കലാമൂല്യമുള്ളൊരു ചിത്രമായിട്ട് അത് അറിയപ്പെട്ടു. അതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ദക്ഷിണാമൂർത്തി സ്വാമികളാണ്. അതുകൊണ്ട് തന്നെ അതിലെ പാട്ടുകൾ അധികം ആരും നമ്മുടെ സിംഗേഴ്സ് ലൈവായിട്ട് സ്റ്റേജിൽ അറ്റംപ്റ്റ് ചെയ്യാൻ മുതിരാറില്ല. ആ ഒരു ഗാനവുമായിട്ട് ഈ വേദിയിൽ നിങ്ങളെ വിസ്മയിപ്പിക്കാനായിട്ട് എത്താൻ പോകുന്നത് രൂപേഷ് ആൻഡ് രജി രാധാകൃഷ്ണൻ. അനാദിമധ്യാന്തമീ വിശ്വചലനം അനവദ്യ സംഗീതാലാപനം ആലാപനം കോടാനുകോടി ശ്രുതികളിലുണരും കോടാനുകോടി സ്വരങ്ങളിലൂടെ അജ്ഞാതമാ കളകണ്ഠത്തിൽ നിന്നും അഭംഗുരമായ അനുസ്യൂതമായി തുടരും ജീവന സങ്കൽപ്പ ലഹരിയിൽ മുങ്ങും ഈ വസുന്ധര ഒരു ദുഃഖരാഗം ഗിരിനിരകൾ അതിനാരോഹണങ്ങൾ സസ ഗഗ ഗമ മമ പപ ഗമ പനിത ആരോഹണങ്ങൾ പമഗമഗ പമഗമഗ നിത സനി ഗരി ആരോഹണങ്ങൾ സമഗമരി നിസ പമ പമഗമ പനിത പഗമ പനിത സനി നിസ ഗരി മഗരി സ സനി സ ഗഗനി നിസ പമ പനി നി മമ പ സനി സ ഗഗനി നിസ മഗമ പവ ഗമ സനി സ ഗഗനി
മഗ മഗ ദബ ദബ മഗ മഗ ദബ ദബ സ സ സ ഗ ഗ ഗ മ മ പ ഗ മ പ നി ദ സ സ സ സ ഗ ഗ ഗ മ മ പ ഗ മ പ നി ദ സ സ സ സ ഗ ഗ ഗ മ മ പ ഗ മ പ നി ദ ആരോഹണങ്ങൾ മ മ മ രി 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 നി നി സ നി സ ധ നി പ ധ രി 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 നി 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 ദ ധ നി ദ സ നി ദ പ മ ഗ ഗ ഗ ഗ ഗ ഗ മ ഗ രി നി ദ മ ഗ രി അവരോഹണങ്ങൾ ആലാപനം 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 താരാപഥത്തെ നയിക്കുമീ താളം സത്യമായി തുടിപ്പു പരമാണുവിലും ആരു വലിയവൻ ആരു ചെറിയവൻ ഈ സച്ചിദാനന്ദ സംഗീതമേളയിലാലാപനം ആലാപനം ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു ഗാനമേള വേദിയിൽ ഈ ഒരു സോങ് പാടിയിട്ടുണ്ടോ? പാടിയിട്ടുണ്ട്. പിന്നെ ചാനലുകളിലും പാടിയിട്ടില്ലാന്ന് തോന്നുന്നു, പക്ഷെ വേദികൾ ഇഷ്ടം പോലെ പാടിയിട്ടുണ്ട്. കാരണം ആ ഒരു കോൺഫിഡൻസ് ഇല്ലേ ശ്രീയേട്ടാ, നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. കാരണം അസാധ്യമായിട്ട് നിങ്ങൾ കമ്പൈൻഡ് ആയിട്ട് പാടിയപ്പോഴേ എല്ലാം കൃത്യമായിട്ട് വന്നു. 3 രാഗങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് പാടുകയും എന്താ പറയുന്നത്, ഇതൊന്നും ആരും പാടി കേട്ടിട്ടില്ലെന്ന് സത്യം പറയാണ്. ആരാ ഇപ്പോൾ ഗാനമേളയ്ക്ക് ഈ പാട്ട് പാടുന്നത്? നമ്മൾ ഈ ഗാനമേള ബേസ് ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാം ഉണ്ട്, ആരാ പാടുന്നത്? അല്ല, ഈ പാട്ട് ശരിക്കും പറഞ്ഞാൽ ലൈവ് പാടാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ ഗാനമേള തുറസായിട്ടുള്ള വേദികളിൽ നല്ല ബുദ്ധിമുട്ടാണ് ഇത് പാടാൻ. ഇതിപ്പോൾ ഈ ഫ്ലോർ ആകുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ കംഫർട്ടബിൾ ആണ് പാടാൻ വേണ്ടി. അസാധ്യമായിട്ട് പാടിയിട്ടു. ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു ചേച്ചി ഇവരുടെ ഒരു കോമ്പിനേഷൻ നന്നായിട്ട് എൻജോയ് ചെയ്തു തോന്നുന്നു അല്ലേ ഈ ഒരു ഗാനത്തിൽ? ഡെഫിനറ്റ്ലി, തീർച്ചയായിട്ടും എൻജോയ് ചെയ്തു. ആൻഡ് ഞാൻ ഇപ്പം കൃഷ്ണേട്ടൻ്റെ അടുത്തും ശ്രീകുട്ടാരൻ്റെ അടുത്തൊക്കെ സംസാരിച്ചു. എനിക്ക് ഇത് വളരെ അപൂർവം ഉപയോഗിക്കുന്ന രാഗങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ മെയിൻ സ്ട്രീം ആയിട്ടുള്ള സോങ്സിൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രാഗം, തോടി പോലെയോ അഠാണ പോലത്തെ ഉള്ള രാഗങ്ങളൊന്നും അധികം ഉപയോഗിക്കാറില്ല. അതിനെ ഒരു വേദിയിൽ കൈകാര്യം ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടെന്നാണ് സാറ് പറഞ്ഞത്. കുറച്ചല്ല, നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതെ, ഞങ്ങൾ പാടിയേ ഒക്കൂ. കാര്യം മുന്നിലിരിക്കുന്നത്, പ്രത്യേകിച്ച് ഇന്ന് മുന്നിലിരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ മ്യൂസിക് അരച്ച് ഔസേപ്പച്ചൻ സാറാണെങ്കിലും ശ്രീകുമാരേട്ടനാണെങ്കിലും കൃഷ്ണേന്ദ്രൻ ചേട്ടനാണെങ്കിലും എല്ലാവരും ശാസ്ത്രീയ സംഗീതം അരച്ച് കലക്കി കുടിച്ച ആളുകളാണ്. അപ്പൊ അവരെടുത്ത് വന്ന് പാടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര ഹോംവർക്ക് ചെയ്ത് മാത്രമേ, ചെറിയ കളിയല്ലല്ലോ, അത്രയും ജെന്യൂൻ ആയിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. നിങ്ങൾ നല്ലപോലെ രക്ഷപ്പെട്ടു, ആരും ഇവിടെ വടിയെടുക്കില്ല നിങ്ങൾക്ക്. അഭിരാമി പറഞ്ഞല്ലോ, റയറായിട്ടുള്ള രാഗങ്ങൾ, സാധാരണ രാഗങ്ങൾ റയറല്ല, പക്ഷെ പാട്ടുകളിൽ അത്തരം രാഗങ്ങൾ ഉപയോഗിക്കുന്നത് റയറാണ്. സിനിമാ പാട്ടുകളിൽ. അപ്പൊ അത് യു ഹാവ് ഡൺ വെരി വെൽ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ, താങ്ക് യു. എന്തായാലും മെഗാ ഇവന്റിന് ഈ ഒരു പാട്ട് ചൂസ് ചെയ്തതിന് രണ്ടുപേർക്കൊരു വലിയ കയ്യടി നൽകാണ് നമ്മുടെയും അതുപോലെ തന്നെ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.